ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ട്രെസ് ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പി മുട്ട ചേർക്കാതെ ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു ട്രെസ് ലെച്ചസ് കേക്കാണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. ആരെങ്കിലും ഈ ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ആദ്യം ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ ഭാഗത്തും അതുപോലെ തന്നെ സൈഡിലുമായിട്ട് വെജിറ്റബിൾ ഓയിൽ ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടറും ഉപയോഗിക്കാം. എന്നിട്ട് ഒരു പീസ് ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ബട്ടർ പേപ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബേക്കിംഗ് ട്രേ റെഡി ആയിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തോട്ടുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് 3 രീതിയിലാണ് നമ്മൾ പാൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ഇവാപ്പറേറ്റഡ് ആയിട്ടുള്ള മിൽക്ക് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിപ്ഡ് ക്രീമായിട്ട്. ഇങ്ങനെ 3 രീതിയിലാണ് ഈ കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആദ്യം നമ്മൾ ഇവാപ്പറേറ്റഡ് മിൽക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇവാപ്പറേറ്റഡ് മിൽക്കും മിൽക്ക് മെയ്ഡും സെയിം തന്നെയല്ലേ എന്നുള്ളത്. അല്ല, ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് പാല് കുറുക്കിയെടുക്കുന്നത് മാത്രമാണ്. ഇതിനകത്ത് നമ്മൾ പഞ്ചസാരയോ ബേക്കിംഗ് സോഡയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് പാലാണ്. 240 ml കപ്പിന് 2 കപ്പ് ഫുൾ ക്രീമായിട്ടുള്ള പാൽ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പാലിനകത്ത് വെള്ളം ചേർത്തിട്ട് ഒരിക്കലും മിക്സ് ചെയ്തെടുക്കരുത്, അപ്പോൾ കേക്കിന് ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഈ പാല് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമ്മളിതൊന്ന് പിന്നീട് കുറുക്കുവാണ് വേണ്ടത്. അതായത് ഒരു 15 മിനിറ്റ് തുടങ്ങി 20 മിനിറ്റ് വരെ എടുത്തിട്ട് പാല് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ജസ്റ്റ് നേർപകുതിയാകും. 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അത് 1 കപ്പ് ആകുന്ന രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഫ്ലെയിം കുറച്ചെടുത്ത് ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരു നേർപകുതിയായിട്ടുണ്ട് കേട്ടോ. പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറുക്കിയെടുത്ത പാലും അതിനകത്തുള്ള ബട്ടറിൻ്റെ മിക്സൊക്കെയാണ് ട്രെസ് ലെച്ചസിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നന്നായിട്ട് മിക്സായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമ്മളിതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പാൽപ്പാടയൊക്കെ ഉണ്ടാകും, അപ്പോൾ എന്തായാലും അരിച്ചെടുക്കുക. അപ്പോൾ അതുപോലെ അരിച്ചെടുത്തതിന് ശേഷം മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് അളവിൽ ഈ ഒരു കുറുക്കിയെടുത്ത പാൽ ഞാൻ അളന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം അത് നമുക്ക് ബാറ്ററിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ബാക്കിയുള്ള കുറുക്കിയ പാൽ നമുക്ക് മിൽക്ക് മിക്സിന് ആവശ്യമായിട്ടുണ്ട്. ഇനി ബാറ്റർ റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് നമ്മളിപ്പോൾ കുറുക്കിയെടുത്ത ആ ഒരു പാലുണ്ടല്ലോ, അത് 1/2 കപ്പ് അളന്നെടുത്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് 1/2 കപ്പ് അളവിൽ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് പറയുന്നത്. പഞ്ചസാരയുടെ അളവ് കൂടുതൽ ഉപയോഗിക്കരുത്, കാരണം നമ്മൾ ഇതിനകത്ത് മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഭയങ്കര സ്വീറ്റായി പോകും. ഇതിലോട്ടേക്ക് ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ ഒരിക്കലും ഉപയോഗിക്കരുത്. കൂടെ തന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് അഥവാ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നാണെങ്കിൽ അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് മെഷർമെൻ്റ് ആണ്. ഇതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേക്ക് ഒത്തിരി അങ്ങ് സോഫ്റ്റായി പോകും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. നന്നായിട്ട് അങ്ങ് യോജിച്ചതിന് ശേഷം ഇതിലോട്ടേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വിനെഗർ, വൈറ്റ് വിനെഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് 1-2 ഡ്രോപ്പ്, 1 ടീസ്പൂണിനടുത്ത് തന്നെ ചേർക്കാം, വാനില എസൻസ് ആഡ് ചെയ്യാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ചോക്ലേറ്റ് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, കാരണം നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് സോസ്. ഇനി നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ മടിയൊക്കെ ആണെന്നാണെങ്കിൽ ജസ്റ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ചോക്ലേറ്റ് സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ട്രെസ് ലെച്ചസ് കേക്കിന് ശരിക്കും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് 2/3 കപ്പ് അളവിലാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. 2/3 കപ്പ് എന്ന് പറയുന്നത് 120 ml ആണ് കേട്ടോ അളവ് വരുന്നത്. അതിനുശേഷം ഇതിനകത്തോട്ടേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2-3 പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം ചേർക്കാം. ഒരു 2 പിഞ്ച് അളവിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മൾ ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അത് കയ്യിലില്ലാത്തവർക്ക് ലൈറ്റ് കൊക്കോ പൗഡർ ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഈ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നമ്മളൊന്ന് യോജിപ്പിച്ചെടുക്കണം.
അപ്പോൾ ബാറ്റർ എപ്പോഴും നമ്മൾ നല്ല സോഫ്റ്റായിട്ട് പതുക്കെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമ്മുടെ കേക്ക് മൊത്തത്തിൽ അങ്ങ് ഹാർഡായി പോകും നമ്മൾ ഓവർ മിക്സൊക്കെ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബേക്കിംഗ് ട്രേയിലോട്ടേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ട് ആദ്യം ഇതുപോലൊന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് ജസ്റ്റ് തറയിൽ വെച്ചിട്ട് ടാപ്പ് ചെയ്തിട്ട് കളഞ്ഞെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ടേക്ക് ഉപ്പ് വെതറി കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്തായിട്ട്. ഇതിന് പകരം മണലാണെങ്കിൽ ഉപയോഗിച്ചാൽ മതി. മുകൾ ഭാഗത്തായിട്ട് ഒരു തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട്, അടപ്പിന് ഞാൻ ജസ്റ്റ് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇതിന് പകരം കോട്ടൻ്റെ തുണി വെച്ച് കവർ ചെയ്താലും മതി. അതല്ലെങ്കിൽ വെള്ളം വീണിട്ട് മൊത്തത്തിൽ അങ്ങ് കേക്ക് ചീത്തയായി പോകും. അപ്പോൾ ഒരു 5 മിനിറ്റ് മതി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ പാത്രം നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു തവ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ട് കുക്കർ അതിനകത്തോട്ടേക്ക് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി ബേക്കിംഗ് ട്രേ ഇതുപോലെ ഇറക്കി വെക്കുക. 5 മിനിറ്റിന് ശേഷം ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിടാം. ഫ്ലെയിം കുറച്ചിട്ട് കറക്റ്റ് 30 മിനിറ്റ് ആണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ സമയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് ചെയ്തെടുത്താൽ മതി. 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു കേക്ക് നല്ലതുപോലെ റെഡിയായി കിട്ടും. അപ്പോൾ ഒരു കറക്റ്റ് 30 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. എന്നാൽ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. സ്റ്റിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടണം. എപ്പോഴും നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ സ്റ്റിക്ക് നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ആയിട്ട് ചൂടാറട്ടെ. ആ ഒരു സമയം കൊണ്ട് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ക്രീം റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഞാനൊരു ബൗളും അതുപോലെ തന്നെ ബീറ്റർ ബ്ലേഡും ഫ്രീസറിനകത്ത് വെച്ചിട്ട് അരമണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ വിസ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിസ്കും അതുപോലെ തന്നെ തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഡ്രീം ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു പാക്ക്, ഇത് 4 പാക്കായിട്ടാണ് വരുന്നത്. ഇതുപോലെയുള്ള ഒരു ചെറിയ വൈറ്റ് പാക്കിൽ നിന്ന് അതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഇതൊരു ചെറിയ കേക്കല്ലേ. അപ്പോൾ വിപ്പിംഗ് ക്രീമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൽ പാല് എത്ര അളവിലാണ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ കണക്കിനനുസരിച്ചിട്ട് വേണം എപ്പോഴും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് നമുക്ക് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ വിപ്പിംഗ് ക്രീം പൗഡർ ഫസ്റ്റ് തന്നെ വിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് പീക്സ് ആയിട്ട് വരും. ആ ഒരു സോഫ്റ്റ് പീക്സ് ആയിട്ട് വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിനകത്തോട്ടേക്ക് എസൻസും അതുപോലെ കൊക്കോ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്പൂൺ അളവിൽ ഡാർക്ക് കൊക്കോ പൗഡർ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കൂടെ തന്നെ ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി നല്ല സ്വീറ്റ് ആയിട്ടുള്ള ക്രീമാണ്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് വിപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല അടിപൊളിയായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ടേക്ക് വെക്കാം. ഫ്രീസറിനകത്തല്ല, ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം. ഇനി മിൽക്ക് മിക്സ് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു കുറുക്കി വറ്റിച്ച പാലുണ്ടല്ലോ, അതിൽ നിന്ന് ബാക്കി നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാലാണ് ഈ ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഫ്രഷ് ആയിട്ടുള്ള മിൽക്ക്, ഫ്രഷ് ആയിട്ടുള്ള പാല് നമ്മൾ ഒരു 1/2 കപ്പ് വേണ്ട കേട്ടോ. 1/2 കപ്പിൽ നിന്നും കുറച്ച് കുറവ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് അഥവാ ഹോം മെയ്ഡ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ്. കാരണം ഇതിനകത്ത് നമ്മൾ സോഡയൊന്നും ഉപയോഗിക്കാത്ത മിൽക്ക് മെയ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെസിപ്പിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇതിലോട്ടേക്ക് 1 സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് സോസ് ഒരു 2 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പൂണിന്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ക്രീം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വിപ്പ് ചെയ്ത ക്രീമിൽ നിന്നും 1 സ്പൂൺ എടുത്താൽ മതി. ആ ക്രീമും മിൽക്ക് മെയ്ഡും ചോക്ലേറ്റ് സോസൊക്കെ കൂടുമ്പോഴാണ് ഈ മിൽക്ക് മിക്സ് ശരിക്കും ആ ഒരു നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയായി കിട്ടുക. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിനകത്തോട്ടേക്ക് വെക്കുന്നുണ്ട് ഒരു 10-15 മിനിറ്റ്. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. അതിനുശേഷം നമ്മുടെ കേക്ക് നന്നായിട്ട് ഇപ്പോൾ ചൂടാറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു സ്പൂണോ കത്തിയോ ഉപയോഗിച്ചിട്ട് ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് കൊടുത്തിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇനി ബട്ടർ പേപ്പറൊക്കെ നമുക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുന്നത് നല്ല സൂപ്പർ മോയിസ്റ്റാണ്. നമ്മളിപ്പോൾ മുട്ട ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ശരിക്കും കേക്കിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മുട്ടയൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ശരിക്കും കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണെന്ന് തന്നെ പറയാം കേട്ടോ. നല്ല സൂപ്പർ മോയിസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇനി നമ്മളിത് സ്ക്വയർ ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. പക്ഷേ അതിന് മുന്നേ നമ്മൾ ഈ മിൽക്ക് മിക്സൊക്കെ ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ബേക്കിംഗ് ട്രേയിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിനകത്താണോ കേക്ക് ബേക്ക് ചെയ്തത് അതേ പാത്രം തന്നെ ഉപയോഗിക്കുക.
അതിനകത്തോട്ടേക്ക് ഒന്നുകിൽ ബട്ടർ പേപ്പർ നീളത്തിൽ ഇതുപോലെ മുറിച്ച് വെക്കുക, അതല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്താലും മതി. ഇങ്ങനെ നമ്മൾ വെക്കുന്നത് നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് കേക്ക് പുറത്തോട്ടേക്ക് എടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. നമ്മളിത് ഒന്ന് ജസ്റ്റ് പുള്ള് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാതെ നമ്മൾ വലിയ പാത്രത്തിനകത്തോട്ടേക്ക് കേക്ക് വെച്ച് കൊടുത്തിട്ട് മിൽക്ക് മിക്സ് ഒഴിക്കുകയാണെങ്കിൽ ആ മിൽക്ക് മിക്സ് മൊത്തം നമുക്ക് വേസ്റ്റ് ആയിരിക്കും. ഇതാകുമ്പോൾ നല്ല ടൈറ്റായിട്ട് നമ്മുടെ കേക്ക് പാത്രത്തിനകത്ത് നിൽക്കുകയും ചെയ്യും. കാരണം നമ്മൾ ബേക്ക് ചെയ്ത അതേ പാത്രമാണ്. മിൽക്ക് മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കേക്കിനകത്തോട്ടേക്ക് അബ്സോർബ് ആയിട്ട് ശരിക്കും നല്ല സോഫ്റ്റും നല്ല മോയിസ്റ്റും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ മിൽക്ക് മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റിക്ക് വെച്ചിട്ട് ആദ്യം നമ്മൾ കുത്തി കൊടുക്കണം കേട്ടോ. കുത്തി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ മിൽക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ ഞാനത് മറന്നുപോയി, പെട്ടെന്ന് അങ്ങ് എടുത്ത് ഒഴിച്ചു പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ആദ്യം ജസ്റ്റ് സ്റ്റിക്ക് വെച്ച് കുത്തി കൊടുക്കുക, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ മിൽക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ മിൽക്ക് മിക്സ് ഞാൻ ഫ്രീസറിനകത്ത് വെച്ചതുകൊണ്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കട്ട പിടിച്ചതുപോലെ തോന്നുന്നത്. അതിനുശേഷം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും എന്തായാലും ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒരു കേക്ക് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിനകത്തല്ല, ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് വേണം തണുപ്പിച്ചെടുക്കാൻ. 2-3 മണിക്കൂർ സമയമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാനൊരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കാണ്. ഈ ഒരു കേക്ക് നല്ല കോൾഡ്, ശരിക്കും കോൾഡ് ഡെസേർട്ട് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലെ സെർവ് ചെയ്യുന്നൊരു കേക്കാണിത്. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ ഈ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ ഐസിങ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ചെയ്യണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ക്രീം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നില്ല, കുറച്ച് ക്രീം ഒന്ന് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ജസ്റ്റ് ലെയർ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 10 മിനിറ്റ്, കൂടുതലൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് ഫ്രീസറിനകത്തോട്ടേക്ക്, ഇനി നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ടേക്കല്ല വെക്കുന്നത്, ഒരു 10 മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്ക്വയർ ട്രേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പണിയൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ റൗണ്ട് ട്രേ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ക്രീം കൂടി ഒന്ന് ഇതിൻ്റെ ടോപ്പിങ്സ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഐസിങ് നൈഫ് വെച്ചിട്ടൊന്ന് റെഡിയാക്കി ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ലെവൽ ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ സ്ക്വയർ ട്രേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടി ലാസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ല അടിപൊളിയായിട്ട് ശരിക്കും സെർവ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ സ്ക്വയർ ആയിട്ടൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ ട്രേ എൻ്റെ കയ്യിലുള്ളത് 9 ഇഞ്ചിൻ്റെ ട്രേ ആയിരുന്നു. അതുകൊണ്ടാണ് അതെനിക്ക് ഓവൻ ഇല്ലാതെ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് റൗണ്ട് ട്രേയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മുഴുവൻ കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ, ഇതുപോലെ പീസസൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റി നമ്മുടെ കേക്ക് ഒരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത് നന്നായി ലെവലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് 4 പീസ് ആവുന്ന രീതിയിൽ ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ട്രെസ് ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ പാല് കുറുക്കി വറ്റിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ അതിനകത്ത് ബട്ടർ ആഡ് ചെയ്യുന്നതും കൂടെ തന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം നമ്മുടെ മിൽക്ക് മിക്സിനൊക്കെ ചേർത്തിട്ട് ഈ റെസിപ്പി ഈ രീതിയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ശരിക്കും നമുക്ക് ബർത്ത്ഡേക്ക് പോലും നമുക്ക് സെർവ് ചെയ്യാവുന്ന അത്രയധികം സ്പെഷ്യൽ ടേസ്റ്റുള്ള മുട്ട ചേർക്കാത്ത ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.